തൈറോയ്ഡ് രോഗമുള്ള ആളുകൾ ഈ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ആരോഗ്യകരമാണ് എന്ന് ചിന്തിക്കുന്ന പല ഭക്ഷണങ്ങളും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ തന്നെ മന്ദീഭവിപ്പിക്കാൻ സാധ്യതയുള്ളവയാണ്. നമ്പർ 1, കോളിഫ്ലവർ, കാബേജ്, ബ്രൊക്കോളി. ഇവയിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ സ്ലോ ആക്കാൻ പാകത്തിന് ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗോയിട്രോജൻസ് തൈറോയ്ഡ് ഗ്ലാൻഡ് അയഡിനെ ആഗിരണം ചെയ്യുന്നതും കുറയ്ക്കുന്നു. കുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് പരിഹരിക്കപ്പെടും. നമ്പർ 2, ഗ്ലൂട്ടൻ. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. ചപ്പാത്തി പോലുള്ള ആഹാരങ്ങളിൽ കണ്ടുവരുന്ന ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീന്റെ ഘടന നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റേതുമായി സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ശരീരം അതിനെതിരെ ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യുകയും അത് തൈറോയ്ഡ് ഗ്ലാൻഡിനും എതിരാകുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്ലൂട്ടൻ അടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്. നമ്പർ 3, കഫെയിൻ. നമ്പർ 4, ഷുഗർ. തൈറോയ്ഡ് ഹോർമോൺസ് ശരീരത്തിൽ കുറയുമ്പോൾ മെറ്റബോളിസം കുറയുന്നു. അതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസും തൽഫലമായി ഇൻഫ്ലമേഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് രോഗികൾ ഇത്തരത്തിലുള്ള ഷുഗറും പ്രോസസ്ഡ് ഫുഡും ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ്. തൈറോയ്ഡ് രോഗികൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, സെലീനിയം കൂടുതൽ അടങ്ങിയ ആഹാരങ്ങൾ. തൈറോയ്ഡ് ഹോർമോണിന് സെലീനിയം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മിനറൽ ആണ്. അതുകൊണ്ട് തന്നെ സെലീനിയം കൂടുതൽ അടങ്ങിയ ആഹാരങ്ങളായ മത്തി, മുട്ട, നട്ട്സ് എന്നിവ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. നമ്പർ 2, അയഡൈസ്ഡ് സോൾട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്നാൽ തൈറോയ്ഡ് ഹോർമോൺസിന്റെ അളവ് കൂടുതൽ ഉള്ള ആളുകൾ ഇത്തരത്തിൽ അയഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം ഉറപ്പായും തേടിയിരിക്കണം. 3, മെറ്റബോളിസം കറക്റ്റ് ആക്കുന്നതിന് വേണ്ടി കൂടുതലായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഹെൽത്ത് ടോക്സിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യൂ.